ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ബർത്ത്ഡേ പാർട്ടി കാണട്ടോ. എൻ്റെ കസിൻ്റെ കുട്ടീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് ദൂരെയാണ്, ചെമ്മാടാണ്. അപ്പോൾ അവിടെ വരെ എത്തണം. നോമ്പറക്കാനാകുമ്പോഴത്തേനും അങ്ങോട്ട് എത്തണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതാ കുറച്ച് പേര് കാറിലും പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് ആപ്പാൻ്റെ കൂടെ ഓട്ടോയിലോട്ട് പോയത്. അതാ ഞങ്ങൾ നോമ്പറക്കണതിനൊക്കെ മുന്നേ തന്നെ അവിടെ എത്തി. പിന്നെ ആദ്യം തന്നെ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം നോമ്പറക്കാൻ പോയിട്ടോ. ഇതാണ് നമ്മളെ ബർത്ത്ഡേകൾ. ഇത് ഞങ്ങൾ തറവാട്ടിക്ക് മുന്നേ പോയ സമയത്തൊക്കെ വളങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഓളെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. മാളുവിൻ്റെ വകയായിരുന്നു കേട്ടോ ഈ വണ്ടി. മാളു എന്ന് പറഞ്ഞാൽ മൂത്തമ്മയാണ്, മൂത്തമ്മേൻ്റെ പേരക്കുട്ടിയാണ് കേട്ടത്. മറ്റേത് എൻ്റെ കസിൻ്റെ കുട്ടി തന്നെയാണ് കേട്ടോ. ഇത് മാളുവിൻ്റെ മൂത്ത മോളെ കുട്ടിയാണ് കേട്ടോ. ഷാനനെ പിന്നെ നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പത്തിരി, പൊറോട്ട, നൂലപ്പം, അങ്ങനെ റൈസ്, ബിരിയാണി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബിരിയാണി മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. കുറച്ച് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ എടുത്തിട്ട് അത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണിയൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രേ ഞാൻ കഴിച്ചിട്ടുള്ളായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഇസ്മനെ, അതായത് ബർത്ത്ഡേ ഗേളിനെ മാറ്റിക്കാൻ വേണ്ടിയിട്ട് മിളക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓളെടുത്തിട്ട് മാറ്റിക്കാൻ വേണ്ടി കൊടുന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ബർത്ത്ഡേൻ്റെ സെറ്റപ്പൊക്കെ. കേക്കൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കേക്ക് ഒരു ഇവിടുന്ന് വാങ്ങിയതായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കണ കേക്കാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നോമ്പ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കേക്ക് കട്ടിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മേലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇസ്മനെ നമ്മൾ മാറ്റിച്ച് സുന്ദരിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ടൈം ആകുമ്പോൾ കരയുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഓൾക്കൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഓൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ആ കൂടുള്ളത് തനുവാണ് കേട്ടോ. ഇത് കാക്കാൻ്റെ അനിയത്തിയാണ്. കാക്ക ഇവിടെ നാട്ടിലില്ല കേട്ടോ. 17-ാം തീയതി ആയിരുന്നു ബർത്ത്ഡേ, അതായത് മാർച്ച് 17-നായിരുന്നു ബർത്ത്ഡേ. മാളു ഒരു വള ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മാളുവിൻ്റെ വക വണ്ടിയും വളയും പിന്നെ ഒരു ഹൈ ചെയറും ഡ്രസ്സും പിന്നെ ഒരു ഡോളും അങ്ങനെ എന്തൊക്കെയൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് കാക്കാൻ്റെ അമ്മയാണ് കേട്ടോ. ഞാൻ ഈ മാളു എന്ന് പറയുന്നത് മൂത്തമ്മാനെയാണ് കേട്ടോ. കാരണം മൂത്തമ്മാനെ ഞങ്ങൾ മാളു എന്നാണ് വിളിക്കില്ല, അതാണ് ഞാൻ ഇടയ്ക്ക് അങ്ങനെ പറയണത്. ഇത് മൂത്തമ്മാൻ്റെ മൂത്ത മോളാണ് കേട്ടോ. ഇത് മൂത്തമ്മാൻ്റെ മോനാണ്. പിന്നെ ഓനങ്ങൾക്ക് അറിയുണ്ടാവും കേട്ടോ, മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ആപ്പയാണ് കേട്ടോ. പിന്നെ ഇത് സിയാണ്, എൻ്റെ അനിയത്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ, അത് ഞാൻ വെറുതെ പറയേണ്ട ആവശ്യമില്ല. ഇത് മോളൂസിട്ടത് ഇതിൻ്റെ വേറൊരു ആപ്പാൻ്റെ മോളാണ് കേട്ടോ. ഓലാരും വന്നിട്ടില്ലായിരുന്നു, ഓള് മാത്രമേ വന്നിട്ടുള്ളായിരുന്നു കേട്ടോ. ഇത് കാക്കാൻ്റെ അനിയത്തിയാണ് കേട്ടോ. കാക്കാക്ക് ഒരു അനിയത്തിയും 2 അനിയന്മാരും ആണുള്ളത്. ഒരാളിതാ ഇതും മറ്റാളിതാ ഉണ്ട്. അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയിട്ടോ. ഞങ്ങളും വീട്ടിൽ പോയി. പിന്നെ ഞങ്ങൾക്ക് ആമാൻ്റെ വീട്ടിലൊന്നും ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും പോയിട്ടാണ് പിന്നെ വീട്ടിൽ പോയത്. ഞാൻ എടുത്ത കുറച്ച് പിക്കൊക്കെ ലാസ്റ്റിൽ ആഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.